ഷാഹിദത്താന്റെ വില്ലയിലെ ഗാർഡൻ ഒന്ന് കണ്ടാലോ? തന്റെ വീട്ടിൽ പോയ ശരിക്കും നാട്ടിലെത്തിയൊരു ഫീലാണ് കേട്ടോ. അകത്തായാലും പുറത്തായാലും ഒരു മണി പ്ലാന്റ് തരോ എന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മ. എന്നെ നേരെ കൊണ്ടുപോയത് ഷാഹിദത്താന്റെ ഹസ്ബൻഡ് കലാമക്കാന്റെ ഗാർഡനിലേക്കാണ് കേട്ടോ. അവിടെ കണ്ട ഒട്ടുമിക്ക പ്ലാന്റ്സും എനിക്ക് തരാനുള്ള തിരക്കിലാണ് കേട്ടോ ഷാഹിദത്ത. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം കൊണ്ട് തിരികെ പോരാനേ തോന്നില്ല. അങ്ങനെ ഒരു വീടാണ് കേട്ടോ ഇത്. അതോടൊപ്പം ചില കാര്യങ്ങൾ എനിക്ക് നല്ല വഴക്കും കേൾക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകും മോളെ എന്ന് പറഞ്ഞ് ചട്ടി അടക്കം എനിക്ക് വെച്ച് തന്നു. കണ്ടില്ലേ, ഒരു പൂ ചോദിച്ച് എനിക്ക് ഒരു പൂക്കാലം തന്നെ തന്നു. നാടും വീടും വിട്ട് നിൽക്കുന്ന നമ്മ പ്രവാസികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം കിട്ടുമ്പോൾ ഭയങ്കര കാര്യമാണ്. അധികം നേരം സാനുവിനോട് നിർത്തിയില്ല കേട്ടോ. പെട്ടെന്ന് എവിടെ പോകാനുണ്ട്. അപ്പോഴാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട് അവിടെ അടുത്തുള്ള കാര്യം ഞാൻ ഓർത്തത്. എനിക്കാണെങ്കിൽ നല്ല വിഷയം. 7 വർഷമായുള്ള ഫ്രണ്ടാണ് തസ്ലീന്നാണ് അവളുടെ വീട്. എനിക്ക് നല്ല വിഷമുണ്ടെന്ന് അവളോട് വിളിച്ചു പറഞ്ഞിട്ട് കുറച്ച് വേപ്പിലെ അവൾക്ക് എടുത്ത് നേരെ ഞാൻ തസ്ലീന്റെ റൂമിലേക്ക് പോയിട്ട് ആദ്യം തന്നെ അവളുടെ കിച്ചണിൽ അവൾ എനിക്ക് കോഫിയും പെട്ടെന്ന് വിശപ്പ് മാറ്റാനായിട്ട് കേക്കും ബിസ്ക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇത് അവളുടെ മോനാണ്. ഞാനത് കഴിക്കുമ്പോഴേക്കും കോഴിക്കോട് ബീച്ചിലെ കാടമുട്ട റോസ്റ്റ് ആക്കിട്ടോ. ആക്ച്വലി ഐ എം ട്രൂലി ബ്ലെസ്ഡ്. എനിക്ക് ഇവിടെ എന്താവശ്യത്തിനും കയറി ചെല്ലാവുന്ന ഫ്രണ്ട് ലൈക്ക് ഫാമിലീസ് ആയ ഒരുപാടല്ല എന്നാലും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യണേ.